ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് നോക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മൾ അംഗനവാടിയിലേക്ക് പോവുകയാണ്. ഉമ്മ അസിലിനെയും കൂട്ടിയിട്ട് അംഗനവാടിയിൽ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ആയിഷുവിന് പല്ല് കാണിക്കാൻ പോകണം, അതുകൊണ്ട് അവളെ അംഗനവാടിയിൽ പറഞ്ഞേക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ അംഗനവാടി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് ആയിഷുവും ഞാനും. അംഗനവാടിയിൽ ഡാൻസ് പരിപാടിയുണ്ട്. അപ്പോൾ എന്താ പറയുക, മട്ടന്നൂർ വെച്ചിട്ട് എല്ലാ അംഗനവാടിയിലും അമ്മമാരും കുട്ടികളൊക്കെ ഉള്ള ചെറിയൊരു പരിപാടി, ഒരു വലിയൊരു പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഉടുപ്പും വേണം. അപ്പോൾ ഈ ഒരു ഉടുപ്പാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ തലയിൽ വെക്കാൻ മുല്ലപ്പൂവിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ള എന്താ പറയുക, കടലാസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മുല്ലപ്പൂ ഉണ്ടാക്കി നോക്കുകയാണ്. അത് നമുക്ക് തലയിൽ വെക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് മുല്ലപ്പൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ടീച്ചർ ഇങ്ങനെ കോർത്ത് നോക്കുകയാണ് ആവുമോ എന്നുള്ള രീതിയിൽ. പക്ഷെ നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ട് ഈ മുല്ലപ്പൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ കോർത്തിങ്ങനെ വെക്കുകയാണ് ടീച്ചർ. ഈ ഒരു റോസ് ഉടുപ്പും പിന്നെ അതിന് മുല്ലപ്പൂ വെച്ചിട്ട് കയ്യിൽ എന്തെങ്കിലും ഒക്കെ കെട്ടിയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുട്ടികളൊക്കെ ഡാൻസൊക്കെ ചെറുങ്ങനെ പഠിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, അത് മുല്ലപ്പൂവൊക്കെ നോക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്ലാന് മാറ്റി. മുല്ലപ്പൂ മാറിയിട്ട് ഈ ഒരു സംഭവം കണ്ടോ, ആ ടീച്ചറുടെ കയ്യിലുള്ള സാധനം, ആ സാധനം വെച്ചാലോ എന്നുള്ള ചിന്തയായി. പിന്നെ കുട്ടികളൊക്കെ മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസാണ്. അപ്പോൾ ഒരു എന്താ പറയുക, വിതുമ്പും കുഞ്ഞു മനസ്സെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അതിനുള്ള പ്രാക്ടീസാണ്. പിന്നെ കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു പാട്ട് വെച്ചിട്ടില്ല. പിന്നെ കുട്ടികളല്ലേ, കുറച്ചൊക്കെ തെറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ അതൊക്കെ ശരിയാക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഡാൻസിൻ്റെ സമയമാകുമ്പോഴേക്കും, പരിപാടിൻ്റെ സമയമാകുമ്പോഴേക്കും ഉഷാറാവുമായിരിക്കും. അങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ നോക്കുകയാണ്. കുറേ സമയം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ട് മാറ്റിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോൾ ആയിഷുവിൻ്റെ പല്ലുവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വാ, അന്ന് അടച്ചിട്ടുണ്ടായിരുന്നു പല്ല്. അപ്പോൾ അതിൻ്റെ ബാക്കിയും കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വാ ഒന്ന്, എന്നിട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് ഞാനും ആയിഷും. അപ്പോൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ദിവസമായി ബസ്സിൽ പോയിട്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു 2 കൊല്ലമായിട്ട് കൊറോണ കഴിഞ്ഞതിന് ശേഷം ബസ് അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ബസ് ആദ്യം വന്നത്. കുറേ ഒരു 2-3 കൊല്ലമായിട്ട് ബസ് ശരിക്കും അങ്ങ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ബസ് വരാറില്ല നമ്മുടെ നാട്ടിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ബസ്സിൽ അങ്ങനെ പോവാറില്ല. പിന്നെ ഇനി ഇൻഷാ അല്ലാഹ് ബസ്സിലായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ എന്താ പറയുക, ഹോസ്പിറ്റലിലെത്തി. പാലട്ടള്ളിയിൽ എന്താ പറയുക ഹോസ്പിറ്റലിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെയാണ് ഹോസ്പിറ്റൽ ലീഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു, ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ മേലെയാണ്. അപ്പോൾ അപ്സര ബേക്കറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലെയാണ് ഈ ഒരു ഹോസ്പിറ്റൽ വരുന്നത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ ഉണ്ട്, ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ കാണുക. കുറേ വീഡിയോസ് ഉണ്ട്, ട്രാവൽ വീഡിയോസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ കാണുക. പിന്നെ ഞാൻ വീഡിയോ എന്താ പറയുക, പല്ല് കാണിക്കുമ്പോഴുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആയിഷു എന്താ പറയുക, പിന്നെ അങ്ങോട്ട് ഡോക്ടറുടെ റൂമിൽ കയറിയത് തോന്നിയിട്ട് അങ്ങോട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. വെറുതെ കരയുക, വേദനിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ഭയങ്കര കരച്ചിൽ, പേടിച്ചിട്ടുള്ള കരച്ചിലാണ്. അപ്പോൾ അങ്ങനെ കുറേ സമയം അതിന് കരഞ്ഞുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അവളെ അരിയത്ത് ഇരുന്നിട്ട് നമ്മൾ ഡോക്ടർ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മട്ടന്നൂരേക്ക് പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ പരിപാടിക്കേക്കുള്ള ആശുവിന് ഡാൻസിനേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് നമ്മൾ. അപ്പോൾ പാലട്ടള്ളിക്ക് നിന്ന് ഓട്ടോയിൽ പോയത്. അപ്പോൾ പാലട്ടള്ളിക്ക് നിന്ന് മട്ടന്നൂരേക്ക് പോകുന്ന ഓട്ടോ ഉണ്ടാവും. അപ്പോൾ അതിൽ കയറി പോവുക ചെയ്ത് നമ്മൾ. പിന്നെ ബസ്സിലൊന്നും പോകാനില്ല. നേരെ പോയിട്ട് നമ്മൾ ആയിഷു പറഞ്ഞു വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ലൈം ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ലൈം ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഉന്നക്കായും കട്ട്ലേറ്റും കൂടി വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി കട്ട്ലേറ്റാണ്, നല്ല എരിവുള്ള അടിപൊളി കട്ട്ലേറ്റാണ്. അവിടെ കുറേ സ്നാക്സ് ഉണ്ടാകാറുണ്ട് ആ ഹോട്ടലിൽ. നമ്മൾ കയറിയ ഹോട്ടലിൽ എപ്പോഴും നല്ല സ്നാക്സ് ഉണ്ടാകാറുണ്ട്, കുറേ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ലൈം ജ്യൂസും
സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉന്നക്കായാണ് ആയിഷു തിന്നുന്നത്. കാരണം ഉരുളക്കിഴങ്ങിൻ്റെ എന്താ പറയുക കട്ട്ലേറ്റിന് ഭയങ്കര എരിവ്. അതുകൊണ്ട് തന്നെ ആയിഷു ഒരു കഷ്ണം കഴിച്ചിട്ട് പറഞ്ഞു എനിക്ക് വേണ്ട, പിന്നെ രണ്ടും എന്നെക്കൊണ്ട് തീറ്റിച്ചു. അപ്പോൾ നമ്മളതൊക്കെ കഴിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാങ്കിൽ പോകണം. ബാങ്കിൽ എൻ്റെ എന്താ ATM കാർഡ് ഇത് ശരിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ നിന്നേ. അപ്പോൾ പോയി നോക്കുമ്പോൾ അവിടെ ATM പോയി നോക്കുമ്പോൾ അവിടെ ഓഫാണ്. അതുകൊണ്ട് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ATM വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ ATM വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്താ പറയുക ആശുവിന് ബനിയൻ വാങ്ങാനുണ്ടായിരുന്നു. ആ ബനിയൻ വാങ്ങി. പിന്നെ ക്രിസ്മസിൻ്റെ തൊപ്പിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ആശുവിന് മുട്ടായൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നേരെ നമ്മൾ ബസ് കയറിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ നേരെ അത് കഴിഞ്ഞിട്ട് ഞാൻ അസിലിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അംഗനവാടി പോയിട്ടുണ്ടായിരുന്നു. അസിൽ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അംഗനവാടി പോയിട്ടുണ്ടായിരുന്നു. പോയി നോക്കുമ്പോൾ കുട്ടികളൊക്കെ പുറത്തിങ്ങനെ നിന്നിട്ടുണ്ട്, കാത്തു നിന്നിട്ടുണ്ട്. എന്താ പറയുക ഓരോ അമ്മമാർ വരുന്നത് നോക്കിയിട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇവരെ ഡാൻസ് നോക്കുകയാണ്. ഒന്നുകൂടി പ്രാക്ടീസൊക്കെ നോക്കുകയാണ്. അപ്പോൾ 2 ഡാൻസ് ഉണ്ട്. ഒന്ന് സിനിമാറ്റിക്കും ഒന്ന് പെൺകുട്ടികൾ 3 ഒരു 10 പെൺകുട്ടികളുടെ വേറൊരു ഡാൻസും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ആയിഷുവിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അസിൽ കരഞ്ഞു. എന്താ പറയുക അവളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ ആയിഷുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പരം പഠിക്കുന്ന കുട്ടീൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയേ. അപ്പോൾ എത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.